ബഹുമാനപ്പെട്ട ഉസ്താദുമാരെ, പ്രിയപ്പെട്ട കൂട്ടുകാരെ, കാരുണ്യക്കടലായ അന്ത്യപ്രവാചകൻ മുത്ത് റസൂൽ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജന്മദിനം ആഘോഷിക്കുന്ന ഈ മനോഹര സുദിനത്തിൽ നിങ്ങൾക്ക് മുമ്പിൽ 2 വാക്ക് സംസാരിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. നാഥൻ തൗഫീക്ക് നൽകുമാറാകട്ടെ. ആമീൻ. സംസ്കാരശൂന്യമായ അറബികൾ താന്തോന്നികളായി ദിനരാത്രങ്ങൾ കഴിച്ചുകൂട്ടിയ കാലം, മദ്യവും മദിരാശിയും ജീവിതത്തിൻ്റെ ഭാഗമായിരുന്ന മതാലസകൾ ദിശാബോധമില്ലാതെ അഴിഞ്ഞാടിയിരുന്ന കാലം, ചരിത്രകാരന്മാർ ഇരുണ്ട യുഗം എന്ന് വിശേഷിപ്പിച്ച ആ കാലഘട്ടത്തിലേക്കായിരുന്നു ഒരു കൊടുങ്കാറ്റ് പോലെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജനനം അലയടിച്ചു വന്നത്. ലോകം മുഴുവൻ അധർമ്മത്തിൻ്റെ ഇരുട്ടിൽ മൂടപ്പെട്ട നന്മയെയും തിന്മയെയും തിരിച്ചറിയാൻ ആവാത്ത വിധം അധപ്പതിച്ച ഒരു സമൂഹത്തിലേക്കായിരുന്നു നമ്മുടെ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ കടന്നു വന്നത്. തൗഹീദിൻ്റെ അമരശബ്ദം പാരിലാകെ മുഴക്കിയതിന് സ്വന്തം നാടും വീടും വിട്ടു പോകേണ്ടി വന്നു ആ പ്രവാചകന്. എന്നിട്ടും തൻ്റെ നാട്ടുകാർ ദുരിതത്തിലാണെന്നറിഞ്ഞപ്പോൾ 5000 സ്വർണ്ണ നാണയങ്ങൾ തൻ്റെ നാടിൻ്റെ ദുരിതാശ്വാസ പ്രവർത്തനങ്ങളിലേക്ക് അയച്ചു കൊടുത്തു ആ പ്രവാചകൻ. ലോകം കണ്ട ഏറ്റവും വലിയ കരുണക്കടലാണ്. പെൺകുഞ്ഞ് പിറന്നാൽ ജീവനോടെ കുഴിച്ചുമൂടിയിരുന്ന തുലഞ്ഞ സമ്പ്രദായത്തെ ലോകത്തു നിന്നും എന്നേക്കുമായി തുടച്ചു നീക്കാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് സാധിച്ചു. രാപ്പകൽ ഭേദമന്യേ മതാലസകളായ യുവതികളുടെ പെരുമാറിൽ സായുജ്യം അടഞ്ഞിരുന്ന അറേബ്യൻ തമ്പുരാക്കന്മാരെ ഹ്രസ്വകാലത്തെ പ്രബോധനം കൊണ്ട് ഉദ്ധരിച്ചെടുക്കാൻ നബി തങ്ങൾക്ക് സാധിച്ചു. ഈ ലോകത്തെ ഒരാൾക്കും അവകാശപ്പെടാനില്ലാത്ത സമത്വത്തിൻ്റെ വാക്താവാകാൻ സ്ത്രീക്ക് സ്വാതന്ത്ര്യം കൊടുക്കുന്നതിലൂടെയും തൊഴിലാളികളുടെ വേതനം നിശ്ചയിക്കുന്നതിലൂടെയും നബി തങ്ങൾക്ക് സാധിച്ചിട്ടുണ്ട്. ജീവിതത്തിൽ നിന്ന് കോപത്തെ ഒഴിവാക്കുവാനും വിനയവും വിട്ടുവീഴ്ചയും കാണിക്കുവാനും മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മെ പഠിപ്പിച്ചു. മാതാപിതാക്കളുടെ കടമകൾ ഇത്രമേൽ ഊന്നിപ്പറഞ്ഞ മറ്റൊരു നേതാവിനെ നമുക്ക് ലോക ചരിത്രത്തിൽ കാണാൻ സാധിക്കുകയില്ല. അവിടുത്തെ സ്വഭാവം ദർശിച്ചുകൊണ്ട് ശത്രുക്കൾ പോലും ഉറ്റമിത്രങ്ങളാവുന്ന അത്ഭുതമായിരുന്നു അന്ന് ലോകത്ത് ദർശിക്കുവാൻ സാധിച്ചത്. ആ പ്രവാചകന്റെ പാതകൾ പിൻപറ്റിക്കൊണ്ട് ജീവിക്കാൻ അള്ളാഹു നമുക്ക് തൗഫീക്ക് നൽകുമാറാകട്ടെ. ആമീൻ.